തിരുവനന്തപുരത്ത് പാർട്ടി നേതൃത്വത്തിന് എതിരെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി ബി.ജെ.പി. കൗൺസിലർ ജീവനൊടുക്കി. തിരുവനന്തപുരം തിരുമല വാർഡ് കൗൺസിലർ തിരുമല അനിലാണ് കൗൺസിലർ ഓഫീസിനുള്ളിൽ തൂങ്ങിമരിച്ചത്. അനിൽകുമാർ ഭാരവാഹിയായ വലിയശാല ഫാം സൊസൈറ്റിയിൽ പ്രശ്നമുണ്ടായപ്പോൾ പാർട്ടി സഹായിച്ചില്ല എന്നാണ് കുറിപ്പിൽ പറയുന്നത്. വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിൽ ബി.ജെ.പി. ജില്ലാ നേതൃത്വം മാപ്പ് പറഞ്ഞു. ഇന്ന് രാവിലെ 8:30 തിരുമലയിലുള്ള ഓഫീസിലെത്തിയാണ് അനിൽ ജീവനൊടുക്കിയത്. അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളും പുറത്തുവന്നു. അനിൽ പ്രസിഡന്റായ വലിയശാല ഫാം സൊസൈറ്റിയിൽ 7 കോടിയിലധികം രൂപ വായ്പ നൽകിയിരുന്നു. വായ്പ എടുത്തവർ പലരും പണം തിരികെ നൽകിയില്ല. നിക്ഷേപകർ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞില്ല. എല്ലാ കുറ്റവും തന്റെ പേരിലായി. പാർട്ടി നേതൃത്വവും സഹായിച്ചില്ല. അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നു എന്നാണ് കുറിപ്പിലുള്ളത്. ഫാം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ബി.ജെ.പി. നേതാക്കളും സ്ഥിരീകരിക്കുന്നു. കേരളത്തിൽ മുഴുവൻ നടക്കുന്ന സഹകരണ സംഘങ്ങളുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചില സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് പാർട്ടി അറിയുകയും പക്ഷേ ക്രമക്കേടൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ള പാർട്ടിക്ക് വിശദമായി തന്നെ പരിശോധന നടത്തിയപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം പ്രസിഡൻ്റായിട്ടുള്ളൊരു സഹകരണ സംഘമുണ്ട്. അതിൽ FD ഒക്കെ കൂടുതലും അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് വന്നിട്ടുള്ളത്. നിരവധി പേർ ലോൺ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ ലോൺ എടുത്തിട്ടുള്ള ആൾക്കാർ. പക്ഷേ ഈ ലോൺ എടുത്തവരൊക്കെ തന്നെ ആവേശത്തോടെ പണം വാങ്ങിക്കൊണ്ടുപോയാലും കൃത്യമായിട്ട് സമയത്ത് തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു മാനസിക സമ്മർദ്ദമുണ്ട്. പക്ഷേ ഇന്ന് വരെ ഒരു ക്രമക്കേട് ബാങ്കിൻ്റെ പേരിലോ അവിടുത്തെ ബോർഡ് മെമ്പർമാരുടെ പേരിലോ ഉണ്ടായിട്ടില്ല. അനിലിന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ ബി.ജെ.പി. പ്രവർത്തകരുടെ വിമർശനമുണ്ടായി. മരണം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ ബി.ജെ.പി. പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. 24 ക്യാമറാമാൻ രാജ് കിരൺ അടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റമുണ്ടായി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.